ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. പുതിയൊരു ഡിഷാണ്. നമ്മുടെ കേരളത്തിലൊന്നും കിട്ടത്തില്ല. ചോളം കൊണ്ടുള്ളൊരു വട ഉണ്ടാക്കുവാണ്. നോർമൽ ബാക്കിയുള്ള വട പോലെ തന്നെയാണ്. നമുക്കാദ്യം നമ്മുടെ പച്ചയായിട്ടുള്ള ചോളം എടുത്ത് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് ഇഞ്ചി, സബോള, പച്ചമുളക്, കരിവേപ്പില ഇത് നല്ലതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കണം. കൊത്തി അരിഞ്ഞ് ആ കൂടത്തിൽ ചോളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോളം, സബോള, നമ്മുടെ കരിവേപ്പില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം, വട നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി. കൂടാതെ നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ, അതും കൂടെ ഒരു 2 ടീസ്പൂൺ. കൂടാതെ കടലമാവും കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അതിനെ നല്ലതായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചേക്കുവാണ്. നമുക്കിനിയും വട ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. അപ്പം നമുക്ക് വട ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. അതിലായിട്ട് ഞാനിവിടെ എണ്ണ തവയിൽ കടായിക്കകത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ കോണിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം. നമ്മൾ വട ഇട്ട് കഴിഞ്ഞിട്ട് സിമ്മിൽ വെച്ചാണ് വേവിക്കട്ടെ, അല്ലെങ്കിൽ അകവും പുറവും നല്ലതായിട്ട് വെന്ത് കിട്ടത്തില്ല. ആദ്യം കയ്യിലൊന്ന് ഇച്ചിരി എണ്ണ തേച്ച് ഗ്രീസ് ചെയ്തിട്ട് വടേനെ ചെറുതായിട്ട് കൈവിരലും കൊണ്ട് വടയുടെ പരുവത്തിലാക്കിയിട്ട് കോട് വെച്ച് അകത്തോട്ട് കൊടുക്കുക ചെയ്യുന്നത്. കണ്ടല്ലോ, വടയുടെ പരുവത്തിൽ സിമ്മിലാക്കണം. അതുപോലെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് വട എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. വട ഇച്ചിരി മുരിച്ച് വരാൻ ഇച്ചിരി സമയമെടുക്കും. നമ്മുടെ വട മൂത്ത് വരാനുണ്ട്, ഇച്ചിരിയും കൂടെ ടൈം എടുക്കും. വിസുകളാണല്ലോ. അങ്ങനെ നമ്മുടെ ചോളത്തിൻ്റെ വടയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല ടേസ്റ്റി വട. അപ്പം ചോളം കിട്ടുമ്പോൾ പച്ചച്ചോളം കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കമൻറ്റൊക്കെ അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നെന്ന്. അപ്പം നമുക്ക് ജോജിക്ക് കൊടുക്കാം. ജോജി പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. എടുത്ത് എങ്ങനെയല്ലെന്ന് പറ, നല്ലതെന്ന് പറ. ഇവിടെ നോക്കി പറ. അപ്പം വേറൊരു വീഡിയോയിൽ നാളെ കാണാം കേട്ടോ. ഓക്കെ, അപ്പം ബൈ, ഗുഡ് നൈറ്റ്.